എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ കാലാവസ്ഥയുടെയൊക്കെ മാറ്റങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രവചനാതീതമാണ്. ഓരോ നിമിഷവും ഈ ഭൂമിയുടെ അവസ്ഥകൾ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സൂര്യൻ്റെയൊക്കെ പല പ്രവർത്തന രീതികളും വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ആർക്കും വ്യക്തമായൊരു അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ മൂലം മനുഷ്യരിൽ വളരെയധികം അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ പിടിപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മാറ്റങ്ങൾ നടക്കുന്നതിനാൽ ഈ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ സംഭവിച്ചേക്കാവുന്ന വലിയ വലിയ പ്രതിസന്ധികളുടെ ആഘാതം കുറയ്ക്കാൻ സാധിക്കും. എനിക്കറിയാം, ഇപ്പോൾ ലോകത്തിലെ പല യുദ്ധങ്ങളും ശക്തരായ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന മനുഷ്യർ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിലെ പല യുദ്ധങ്ങളുടെയും രീതി നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന രീതിയൊന്നുമല്ല, അതിഭയാനകവും വികൃതവുമായി മാറുമായിരുന്നു. അതുപോലെ തന്നെ ഈ രോഗങ്ങൾ അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഈ പൈശാചിക ആക്രമണങ്ങൾ ഇതെല്ലാം തടയപ്പെടുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കുറേ മനുഷ്യരുടെയൊക്കെ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയൊക്കെയും ഫലമാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ ഇങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കുറയും തോറും പ്രതിസന്ധി കൂടും. അതുപോലെ തന്നെ മനുഷ്യരുടെ ആത്മാക്കളുടെ നാശവും വർദ്ധിക്കും. ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും ഈ വരാനിരിക്കുന്ന പ്രതിസന്ധികളുടെയൊക്കെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രശ്നങ്ങൾ മാറിപ്പോകും എന്നല്ല ഈ പറഞ്ഞു വരുന്നത്, ആ പ്രശ്നങ്ങളുടെ തീവ്രത കുറയാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സത്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ഇങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നിൽക്കുന്നത് അനേകരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവരും ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ തന്നെയാണ്. അവരെയും ഈശോ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ കാര്യമായതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ തീവ്രത വർദ്ധിപ്പിക്കേണ്ട ഒരു സമയത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ മനുഷ്യരുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള രക്ഷയുടെ പ്രാർത്ഥന കുറയും തോറും ഇവിടെ അനർത്ഥങ്ങളും പ്രതിസന്ധിയും വർദ്ധിക്കും. അത് വർദ്ധിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഒത്തിരി ആത്മാക്കൾ നശിക്കും. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് യുവതലമുറകളുടെ ആത്മാക്കൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. യുവജനങ്ങളൊക്കെ നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്കാരും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി മുന്നറിയിപ്പ് നൽകാനോ ആരും ഉണ്ടായി എന്ന് വരികയില്ല. പക്ഷേ ഇത് ഈ നിമിഷം തന്നെ ആരംഭിക്കേണ്ട ചില പ്രാർത്ഥനാ യജ്ഞങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. പ്രകൃതിയിലൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് വരുന്നത്.
അത് അതിൻ്റെയൊക്കെ പ്രത്യാഘാതം വളരെ പെട്ടെന്നായിരിക്കും നാം മനുഷ്യരെ ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഉള്ളതിനാൽ നിരന്തരം പ്രാർത്ഥിക്കുക, നിരന്തരം ഈശോയുടെ ആയിരിക്കാനും പ്രാർത്ഥനയിലായിരിക്കാനൊക്കെ സാധിക്കുന്നവരൊക്കെ പരിശ്രമിക്കുക. ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ഇതൊക്കെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഓരോരുത്തർക്കും അത് അനുഭവങ്ങളുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ.